morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. നമ്മള് ടേംസ് ആൻഡ് കണ്ടീഷൻ വരെയാണ് അല്ലെ അതല്ലേ എടുത്തോണ്ടിരിക്കുന്നത് പർച്ചേസ് ഓർഡറിലാണ് അല്ലെ ഒരു പർച്ചേസ് ഓർഡർ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ടായി അതിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടായി അല്ലെ അതിലാ 11 വരെ മിസ് പറഞ്ഞില്ലേ 11 വരെ മിസ് പറഞ്ഞില്ലേ ഓക്കെ ബാക്കി പറയാട്ടോ ഓക്കെ ആണോ നോക്കിയോ നോക്കിയോ ഓക്കെ ആണോ എല്ലാവർക്കും ഓക്കെ next risk purchase cost failure to supply the goods as per our requirement on the specified date will attract risk purchase from the local market at the available rate. എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു നിർദ്ദിഷ്ട തീയതി നമ്മൾ പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അല്ലെ ഡെലിവറി ഡേറ്റ് ഉണ്ടല്ലോ അല്ലേ ഡെലിവറി ഡേറ്റ് പറയുന്നുണ്ട് അല്ലെ അപ്പൊ ആ ഒരു നിർദ്ദിഷ്ട ഡേറ്റിന് ആ ഒരു ഡെലിവറി ഡേറ്റിന് ആ ഒരു സപ്ലയേഴ്സിന് ആ ഒരു ഗുഡ്സുകൾ അല്ലെങ്കിൽ ആ ഒരു സർവീസുകൾ അവർക്ക് നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ ആവശ്യാനുസരണം വിതരണം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെ അവർക്ക് ആ കറക്റ്റ് പറയുന്ന ആ ഡേറ്റിന് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെന്ത് ചെയ്യും പർച്ചേസർ എന്ത് ചെയ്യും അവരുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റേറ്റിന് വാങ്ങിക്കും ഓക്കെയാണോ നമ്മുടെ സപ്ലയേഴ്സിന് പർച്ചേസർ ബയ്യർ പറഞ്ഞിരിക്കുന്ന ആ ഒരു നിർദ്ദിഷ്ട ഡേറ്റിന് സാധനങ്ങള് ഗുഡ്സുകള് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ലോക്കൽ മാർക്കറ്റുകളിൽ നിന്ന് അവിടുത്തെ വിലക്ക് വാങ്ങിക്കും അപ്പൊ എന്താണ് the difference in the rate of our purchase order will be debited to your account. അപ്പൊ ചിലപ്പോ വേരിയേഷൻസ് വരാലോ കോസ്റ്റിൽ വേരിയേഷൻസ് വരാം അല്ലെ ഇപ്പൊ നമ്മുടെ സപ്ലയേഴ്സ് പറഞ്ഞതിൽ കൂടുതൽ വില വരാലോ സപ്ലയേഴ്സ് പറഞ്ഞതിലും കൂടുതൽ റേറ്റ് വരാം അല്ലെ അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പിഒയില് പർച്ചേസ് ഓർഡർ നിരക്കിലെ വ്യത്യാസം അവരെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സപ്ലയേഴ്സിൽ നിന്ന് ഡെബിറ്റ് ചെയ്ത് വാങ്ങിക്കുന്നതാണ് ഓക്കെയാണോ ഓക്കെ അല്ലേ നെക്സ്റ്റ് എന്താണ് നമുക്ക് ആ ഒരു പർച്ചേസ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡെലിവറി ഡേറ്റ് നിർദ്ദിഷ്ട സമയത്ത് സപ്ലയേഴ്സിന് എന്താണ് സാധനങ്ങൾ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ബയ്യർ അവരുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് അവിടുത്തെ വിലയ്ക്ക് ആ ലോക്കൽ മാർക്കറ്റിലെ വിലയ്ക്ക് ഗുഡ്സുകൾ വാങ്ങിക്കുന്നതാണ് അപ്പൊ അതിലെ ആ ഒരു പർച്ചേസ് ഓർഡറിൽ പറയുന്ന റേറ്റിലും കോസ്റ്റിലും എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് അത് ഡെബിറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് all disputes are subject to the jurisdiction of our hospital at എറണാകുളം ചിലപ്പോ ഇവരുമായി എന്തെങ്കിലും തർക്കങ്ങൾ വരാലോ ഡിസ്പ്യൂട്ട്സ് അല്ലെ അപ്പൊ എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്ന് ടേംസ് ആൻഡ് കണ്ടീഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക ആ ഹോസ്പിറ്റലിന്റെ എറണാകുളം ഭാഗത്തുള്ള അവിടുത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുക ക്ലിയർ ആയോ അപ്പൊ ആ ഒരു പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും തർക്കങ്ങളോ ടേംസ് ആൻഡ് കണ്ടീഷനിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ
അവർ ഈ ഹോസ്പിറ്റലിന്റെ എറണാകുളം ഭാഗത്തുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുക. ഓക്കെയാണോ അത് അവർ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്? നെക്സ്റ്റ് പറയുന്നത് kindly find the above purchase order intact and send a duplicate copy duly signed and sealed in token of your acceptance. Like എന്താണ് ദയവായി എന്താണ് നമ്മൾ കൊടുക്കുന്ന പർച്ചേസിംഗ് ഓർഡർ എന്ത് ചെയ്യണം? അവർ കേടുകൂടാതെ സൂക്ഷിക്കണം അല്ലേ? കണ്ടെത്തണ്ടേ? അവർക്ക് ലഭിക്കണം അല്ലേ? റിസീവ് ചെയ്യണ്ടേ സപ്ലയേഴ്സ്? അപ്പൊ ആ ഒരു പർച്ചേസ് ഓർഡർ കേടുകൂടാതെ കണ്ടെത്തി. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ കൺഫർമേഷൻ തരണോ? പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ തരണം അല്ലെ? അപ്പൊ നിങ്ങളുടെ സ്വീകാര്യതക്കുള്ള ഒരു ടോക്കൺ ആയി പരിഗണിച്ച് എന്ത് ചെയ്യുക? അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അവർക്ക് ബയേഴ്സിന് നൽകുക. ക്ലിയർ ആയോ? അവിടെ എക്സെപ്റ്റൻസിന്റെ ആ ഒരു സപ്ലയേഴ്സിന്റെ acceptance സ്വീകാര്യതയുടെ ഒരു ടോക്കൺ ആയി കരുതി അവർക്ക് അതിന്റെ ഒരു പർച്ചേസ് ഓർഡർ റിസീവ് ചെയ്തു എന്നതിന്റെ ഒരു കോപ്പി അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. We expect you to effect the supply as per the above terms and condition. എന്താണ് മുകളിൽ പറഞ്ഞാൽ നമ്മൾ കുറച്ച് മൂന്ന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആ മുകളിൽ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് വിതരണം ചെയ്യുന്ന സപ്ലയേഴ്സ് ബയേഴ്സ് പ്രതീക്ഷിക്കുന്നു. ഓക്കെയാണോ അത്? നെക്സ്റ്റ്, താങ്ക് യു യുവർ ഫെയ്ത്ത്ഫുള്ളി പർച്ചേസ് മാനേജർ. പർച്ചേസ് മാനേജർ ആണല്ലേ പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ പർച്ചേസ് മാനേജർ ഓക്കെ അല്ലേ? എന്താ നെക്സ്റ്റ് എടുക്കാലോ? നെക്സ്റ്റ് സിമ്പിൾ ആണ് കേട്ടോ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹൗ ടു സബ്മിറ്റ് എ പർച്ചേസ് ഓർഡർ. എന്താണ് പർച്ചേസ് ഓർഡർ? നമുക്ക് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് അല്ലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അതിനുള്ള സ്റ്റെപ്സുകളാണ് ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ അല്ലെ? ആദ്യം തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന് എന്താണ് വാങ്ങേണ്ടതെന്ന് തിരിച്ചറിയണ്ടേ? ഐഡന്റിഫൈ വാട്ട് യു വാണ്ട് ടു ബൈ അല്ലെ? അപ്പൊ എന്താണ് ഡിറ്റർമിൻ which items you need to purchase from the seller and in what quantity. അല്ലെ? നമ്മ ആദ്യം തന്നെ എന്ത് നിർണ്ണയിക്കണം? ഡിറ്റർമിൻ ചെയ്യണം ഏത് ഐറ്റംസ് ആണ് നമ്മൾ സെല്ലേഴ്സിൽ നിന്ന് വാങ്ങേണ്ടത് അല്ലെ? അതും എത്ര ക്വാണ്ടിറ്റിയിൽ അല്ലെ? എന്ത് ക്വാണ്ടിറ്റിയിൽ വാങ്ങണം അത് ഐഡന്റിഫൈ ചെയ്യുക. This determination is often done via a purchase requisition form which is completed by management and sent to the purchasing department. ഈ ഒരു ഡിറ്റർമിനേഷൻ എന്ത് സാധനമാണ് അവർക്ക് വേണ്ടത്, എന്ത് ക്വാണ്ടിറ്റിയിൽ വേണം എന്ന് അവർ മനസ്സിലാക്കുന്നത് നിർണ്ണയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പർച്ചേസ് റിക്വസിഷന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ എന്താണ് മാനേജ്മെന്റ് അതല്ലെങ്കിൽ എന്താണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ ആയിക്കോലോ. യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് നമുക്ക് എന്താണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ അയച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്ത് സാധനമാണ് വാങ്ങിക്കേണ്ടത്, അതും എത്ര ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഡിറ്റർമിൻ വെൻ യു നീഡ് യുവർ പ്രോഡക്റ്റ്. എന്ത് ചെയ്യണം? നമുക്ക് അത് എപ്പോഴാണ് ആവശ്യം അല്ലേ? അങ്ങനെ അതൊരു ഡെലിവറി ഡേറ്റ് അല്ലെ? ഡെലിവറി ഡേറ്റ് വേണ്ടേ നമുക്ക്? അത് ഏത് സമയത്തേക്കാണ് ആവശ്യം അല്ലെ? അപ്പൊ നമുക്ക് ഡിറ്റർമിൻ വെൻ യു നീഡ് യുവർ പ്രോഡക്ട്സ്. നമ്മുടെ പ്രൊഡക്ട്സ് യുവർ പ്രൊഡക്ട്സ് നമുക്ക് എപ്പോഴാണ് ആവശ്യം അല്ലെ? അത് ഡിറ്റർമിൻ ചെയ്യാം. ഇവാലുവേറ്റ് യുവർ ബിസിനസ് പ്രാക്ടീസസ് ടു ഡിറ്റർമിൻ എക്സാക്ട്ലി വെൻ യു നീഡ് യുവർ പർച്ചേസ് ഓർഡർ ഫുൾഫിൽ. നിങ്ങളുടെ പർച്ചേസ് ഓർഡർ എപ്പോൾ ഫുൾഫിൽ ചെയ്യുന്നു അല്ലെ? എപ്പോൾ നിറവേറ്റുന്നു എന്ന് കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ് പ്രാക്ടീസ് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ? നമ്മുടെ സ്റ്റോക്ക് ഒക്കെ നോക്കണം അല്ലെ? എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ? എപ്പോഴത്തേക്ക് ആയിരിക്കും നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ഇനി ആവശ്യമായിട്ട് വരുന്നത് അല്ലെ?
അപ്പൊ നമ്മ എന്ത് ചെയ്യണം? ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എപ്പോഴാണ് ആവശ്യമെന്ന് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മ എന്ത് ചെയ്യുക? നമ്മുടെ ബിസിനസ് പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെയാണോ? നെക്സ്റ്റ് ഡ്രാഫ്റ്റ് പർച്ചേസ് ഓർഡർ അല്ലെ. നമ്മ എന്ത് ചെയ്യണം? നമ്മുടെ സപ്ലയേഴ്സിന് പർച്ചേസ് ഓർഡർ നൽകണോ? ഡ്രാഫ്റ്റ് ചെയ്യണം, എഴുതണം അല്ലെ, ആദ്യം തന്നെ തയ്യാറാക്കണം അല്ലെ. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഇൻക്ലൂഡ് എ ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ഐറ്റംസ് അല്ലെ. നമ്മ വാങ്ങിക്കേണ്ട ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ വേണം അല്ലെ. അത് ഏത് മോഡലാണ്, അതിന്റെ കപ്പാസിറ്റി എന്താണ് അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വേണം. കൂടാതെ ദ ഐറ്റംസ് ഐഡന്റിഫിക്കേഷൻ നമ്പർ വെയർ അപ്ലിക്കബിൾ അല്ലെ. ആ ഒരു ഐറ്റംസിന് എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു പർച്ചേസ് ഇതുണ്ടോ, സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ടോ, സയന്റിഫിക് 280p അല്ലെ. അത് തിരിച്ചറിയുന്നതിനുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ലേ അത്, ഇലക്ട്രോ 421GP അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻസ് നമ്പർ ഉണ്ടെങ്കിൽ അതും അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ക്വാണ്ടിറ്റി അല്ലെ, എത്ര ക്വാണ്ടിറ്റി വേണം, അതിന്റെ പ്രൈസ് എന്താണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഫോർ ട്രാൻസ്പെറൻസി, അതായത് കൂടുതൽ ആ ഒരു ഇതിന്റെ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് you should include both the price per item and the total price based upon the number of each item that you will buy. എന്താണ് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഐറ്റംസിന്റെയും പ്രൈസ് എന്താണ്, അത് എത്ര ക്വാണ്ടിറ്റിയിലുണ്ട്, എന്നിട്ട് അതിന്റെ ടോട്ടൽ പ്രൈസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ബോക്സിൽ കൊടുത്തിട്ട് കണ്ടില്ലേ, കണ്ടോ, ഇന്ന സ്പെസിഫിക്കേഷൻ, അതിന്റെ റേറ്റ് ഇത്രയാണ് അല്ലെ, 4000 ആണ്, അത് ഇത്ര ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട് അല്ലെ, 100 വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ കോസ്റ്റ് എത്ര വരുന്നുണ്ട്, 4 lakh വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അത് നെക്സ്റ്റ് എന്താണ്, റേറ്റ് 2200, അതും വരുന്നത് എത്രയാ, 4 lakh അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, നമുക്ക് റേറ്റ് എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണ്, അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്ര വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ അല്ലേ ഇത്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, at the bottom of the purchase order you will include a total for the product on the purchase order. at the bottom അല്ലെ, ഏറ്റവും താഴെ നമ്മ ബോട്ടത്തിലായിട്ട് എന്ത് ചെയ്യണം, അതിൽ ടോട്ടൽ എത്ര കോസ്റ്റ് വരുന്നുണ്ട് അല്ലെ, ആ ഒരു പ്രോഡക്റ്റിന് ടോട്ടൽ എത്ര വരുന്നുണ്ടെന്ന് കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ നമ്മ ഇവിടെ കണ്ടല്ലേ, കണ്ടോ, ടോട്ടല് 9,50,000 വരുന്നുണ്ട്. അപ്പൊ അതില് 50,000 അവര് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ടോട്ടല് 9 lakh വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അതിന്റെ കോട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ ആണത്. നെക്സ്റ്റ് submit the PO അല്ലെ, submit the purchase order to the seller. നമ്മ എന്ത് ചെയ്യുക, പർച്ചേസ് ഓർഡർ സെല്ലേഴ്സിന് അയച്ചു കൊടുക്കുക അല്ലെ. send your sales representative other point of contact the complete purchase order with all the items you need as well as date by which you need them. എന്താണ്, നമുക്ക് അതുമായി ബന്ധപ്പെട്ട സപ്ലയേഴ്സിനോ അല്ലെങ്കിൽ വെൻഡേഴ്സോ അല്ലെങ്കിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സിനെ ഈ ഒരു കംപ്ലീറ്റ് ചെയ്ത പർച്ചേസ് ഓർഡർ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക. അതിൽ ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളും എപ്പോഴത്തേക്കാണ് അല്ലെ, ഏത് ഡേറ്റിനാണ് നമുക്ക് ആവശ്യം, അതുകൂടി അതുള്ളത് കൂടി ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ, പറഞ്ഞോക്കാലോ, കുഴപ്പമില്ലല്ലോ. സ്പീഡ് കൂടുന്നുണ്ടോ, അതിനാർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ, ഇല്ല. ഓക്കെ, മിസ് സിമ്പിൾ ആയത് കാരണമാണ് കേട്ടോ മിസ് ഇങ്ങനെ വ്യക്തത പറഞ്ഞു പോണത്. If you do not receive a confirmation, contact the company to query about the status of your submission. നമുക്ക് എന്ത് ചെയ്യണം, പർച്ചേസ് ഓർഡർ നമ്മുടെ സപ്ലയേഴ്സ് കൈപ്പറ്റി കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ കിട്ടണ്ടേ, പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ കിട്ടണം അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചില്ല, റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കമ്പനിയുമായിട്ട് നമുക്ക് ക്വയറി ചെയ്യണം അല്ലെ, നമ്മുടെ ആ ഒരു ഇതിന്റെ എന്താണ് സബ്മിഷന്റെ
സ്റ്റാറ്റസ് എന്താണ് അല്ലെ, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തോ നിങ്ങൾ അത് റിജക്ട് ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, arrange fulfilling and invoicing. You will receive an invoice from the seller detailing the total for your order and the timeline invoice indicating no outstanding balance. എന്ത് ചെയ്യുക, നമ്മൾ അവര് അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ പർച്ചേസ് ഓർഡർ റിസീവ് ചെയ്ത് നമുക്ക് കൺഫർമേഷൻ ചെയ്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഇൻവോയ്സ് വരും അല്ലേ, ഇൻവോയ്സ് വരില്ലേ? അപ്പൊ യു വിൽ റിസീവ് ആൻ ഇൻവോയ്സ് ഫ്രം ദി സെല്ലർ. അപ്പൊ എന്താണ്, നമ്മൾ ആ ഒരു സെല്ലറിൽ നിന്ന് ബയർ ഇൻവോയ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓർഡറിന് ടോട്ടലായിട്ട് ആവശ്യമായി വരുന്ന പ്രൈസ് ഉണ്ടാവൂലേ ഇൻവോയ്സിൽ, നമുക്ക് ആ ഒരു പർച്ചേസിങ്ങിന് എത്ര എമൗണ്ട് വേണ്ടി വരും അല്ലെ. അപ്പൊ എന്താണ്, ടോട്ടൽ ഫോർ യുവർ ഓർഡർ, നമ്മുടെ ഓർഡറിന് എത്ര വേണ്ടി വരും എന്നുണ്ടായിരിക്കും. ആൻഡ് the timeline invoice indicating no outstanding balance അല്ലെ. കൂടാതെ നമുക്ക് എന്താണ്, ആ ഒരു ഇൻവോയ്സിൽ നമുക്ക് മുൻ ബാലൻസ് ഇല്ല എന്നും വ്യക്തമാക്കുന്ന ടൈം ലൈൻ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മ ബാലൻസ് ഉണ്ടാവില്ല, ഇപ്പൊ അവരുമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മുൻ ബാലൻസ് ഉണ്ടാവും അല്ലെ, അതിക്ക് മുമ്പ് നമ്മൾ പർച്ചേസ് ചെയ്യാം. അപ്പൊ ആ ഒരു നമുക്ക് മുൻ ബാലൻസ് ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു ടൈം ലൈന് കൂടി ആ ഇൻവോയ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെയാണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പേ ഫോർ ദി പ്രോഡക്ട്സ്. എന്താണ്, നമുക്ക് ഇൻവോയ്സ് കിട്ടി, അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന്റെ പൈസ അടക്കണം അല്ലെ, പേയ്മെന്റ് കൊടുക്കണ്ടേ. If you have an outstanding balance for your order, make sure to pay the invoice from the term set forth by the seller to complete the fulfillment process for your purchase order. എന്താണ്, നമുക്ക് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസുകളൊക്കെ ആദ്യം ക്ലിയർ ചെയ്യാം അല്ലെ. കൂടാതെ എന്താണ്, നമുക്ക് പർച്ചേസിംഗ് ഓർഡറിന് ആവശ്യമായിട്ടുള്ള പേയ്മെന്റ് കൂടി നമ്മൾ അടച്ചിട്ട് ആ ഒരു പർച്ചേസിംഗ് കംപ്ലീറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ചില കമ്പനിക്കാരെന്ത് ചെയ്യും, മുൻ ബാലൻസ് മാത്രം അടയ്ക്കും അല്ലെ, മുൻ ബാലൻസ് മാത്രം അടച്ചിട്ട് ഇപ്പോഴത്തെ പുതിയ ലൈവില് നടന്നിരിക്കുന്ന ആ ഒരു പർച്ചേസിംഗ് ഓർഡറിന്റെ പൈസ പിന്നീടായിരിക്കും അല്ലെ, ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ പേ ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ വരാറുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അത് നെക്സ്റ്റ് എടുത്തോട്ടെ. നമുക്ക് ഈ ഒരു പർച്ചേസ് ഓർഡർ മാത്രം മതിയോ ഒരു പർച്ചേസിംഗ് നടത്താനായിട്ട്? നമുക്ക് ഈ ഒരു പർച്ചേസ് ഓർഡർ എന്നുള്ള ഡോക്യുമെന്റ് മാത്രം മതിയോ? പോരാ അല്ലെ, ഇൻവോയ്സ് വേണം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നോക്കിയേ, ഇൻവോയ്സ് വേണം, കൺഫർമേഷൻ വേണം അല്ലെ, പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ വേണം. പിന്നെ നമ്മ പറഞ്ഞു പാക്കിംഗ് സ്ലിപ്പ് അല്ലെ, ആ പാക്കിംഗ് സ്ലിപ്പ് വേണം അല്ലെ. അപ്പൊ നോക്കിയേ, നെക്സ്റ്റ് അതാണ് പറയുന്നത്, other documents related to purchase order. പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട മറ്റ് ഡോക്യുമെന്റ്സുകൾ അല്ലെങ്കിൽ മറ്റ് രേഖകൾ എന്തെല്ലാമാണ്? The purchase order is only one in the series of document exchanged as this type of business transaction is completed. എന്താണ്, നമുക്ക് ഇത്തരത്തിലുള്ള, അതായത് ഒരു ബയറും സെറ്റിലറും തമ്മിലുള്ള ഒരു ബിസിനസിന്റെ ഇടപാട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കൈമാറ്റം ചെയ്യുന്ന രേഖകളിലെ ഡോക്യുമെന്റ്സുകളിലെ ഒരു രേഖ മാത്രമാണ് അല്ലെ, ഒരു രേഖ മാത്രമല്ലേ പർച്ചേസ് ഓർഡർ. ആ ഒരു പർച്ചേസ് ഓർഡർ കൊണ്ട് മുഴുവൻ ഡോക്യുമെന്റ്സ് ആയോ? ഒരു പർച്ചേസ് ഓർഡർ കൊണ്ട് മുഴുവൻ ഇല്ല. അപ്പൊ എന്താണ്, നമുക്ക് ഇത്തരം ട്രാൻസാക്ഷൻസ്, ഇത്തരം ബിസിനസ് ഇടപാട് പൂർത്തിയാക്കാൻ വേണ്ട രേഖകളിൽ ഒന്ന് മാത്രമാണ് പർച്ചേസ് ഓർഡർ. അതർ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി പർച്ചേസ് ഇൻക്ലൂഡഡ് ദി ഫോളോയിങ്. നമുക്ക് വേണ്ട മറ്റ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് താഴെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് ഇൻവോയ്സ് അല്ലെ. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഇൻവോയ്സ് either request or confirms
പേയ്മെന്റ് ഫോർ ദി ഓർഡർ അല്ലെ. ഇൻവോയ്സ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഓർഡറിനായി, ആ ഒരു പർച്ചേസിംഗ് ഓർഡറിനായി പേയ്മെന്റ് അഭ്യർത്ഥിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്യുന്നതിനുള്ള ഒരു ഡോക്യുമെന്റ് അല്ലേ. ഇത്ര രൂപ തരണം അല്ലേ. അപ്പൊ അത് റിക്വസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യുന്നതിനുള്ള ഒരു ഡോക്യുമെന്റ് മാത്രമാണ് ഇൻവോയ്സ്. ആ ഇൻവോയ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ഇൻവോയ്സ് ഇൻക്ലൂഡ് മച്ച് ഓഫ് ദ സെയിം ഇൻഫർമേഷൻ ആസ് ദി പർച്ചേസ് ഓർഡർ അല്ലെ. പർച്ചേസ് ഓർഡറിൽ പറയുന്ന സെയിം ഇൻഫർമേഷൻസും ഏത് ഡേറ്റ് അല്ലെ, എത്ര രൂപയ്ക്ക് ടോട്ടൽ എത്ര പ്രൈസ് ആണ് വരുന്നത് അല്ലെ, ക്വാണ്ടിറ്റി എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവോയ്സിലും പറയുന്നുണ്ടല്ലേ, പർച്ചേസ് ഓർഡറിലും പറയുന്നുണ്ട്, ഇൻവോയ്സിലും പറയുന്നുണ്ട് അല്ലെ. കൂടാതെ എന്താണ്, കൂടാതെ വിത്ത് ഫ്യൂ ഡീറ്റെയിൽസ്, കൂടാതെ ഫീവർ ഡീറ്റെയിൽസ് കുറച്ചുകൂടി എന്താണ് ഡീറ്റെയിൽസ് കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇഫ് പേയ്മെന്റ് വാസ് നോട്ട് മെയ്ഡ് വിത്ത് ദി ഇനീഷ്യൽ പർച്ചേസ് ഓർഡർ ദ ഇൻവോയ്സ് വിൽ specify when payment is due. എന്താണ് പ്രാരംഭ പർച്ചേസ് ഓർഡറിനൊപ്പം എന്താണ് പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ പേയ്മെന്റ് എപ്പോൾ നടത്തണമെന്ന് ഇൻവോയ്സിൽ പറയുന്നത്. ഇപ്പൊ നമ്മ ഒരു പർച്ചേസ് നടത്തുമ്പോൾ നമ്മ അഡ്വാൻസ് കൊടുക്കാറില്ലേ, ഇനീഷ്യൽ പേയ്മെന്റ് കൊടുക്കാറുണ്ടായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ ഒരു എന്താണ് ഇനീഷ്യൽ പേയ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് ഇൻവോയ്സിൽ അതുകൂടി എപ്പോൾ ആ ഒരു പേയ്മെന്റ് മൊത്തത്തിലുള്ള പേയ്മെന്റ് എപ്പോൾ നൽകണമെന്ന് കൂടി ഇൻവോയ്സിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ അല്ലെ. നമ്മ പറഞ്ഞു എന്താണ് സെല്ലേഴ്സ് എന്താണ് നമ്മുടെ ബയേഴ്സിൽ നിന്ന് പർച്ചേസ് ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് കിട്ടി എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ തരില്ലേ അതല്ലേ. അപ്പൊ നോക്കിയേ, the purchase order confirmation. The purchase order confirmation proves receipt of the purchase order by the seller. Purchase order confirmation എന്ന് പറഞ്ഞാല് purchase order seller സ്വീകരിച്ചതിനുള്ള തെളിവാണ് അല്ലെ. അല്ലേ പർച്ചേസ് ഓർഡർ സെല്ലർ സ്വീകരിച്ചു കഴിയുമ്പോഴല്ലേ നമുക്ക് കൺഫർമേഷൻ തരുന്നത്. അപ്പൊ പർച്ചേസ് ഓർഡർ സെല്ലേഴ്സ് സ്വീകരിച്ചു എന്നതിനുള്ള ഒരു പ്രൂഫ് ആണ് അല്ലെ, പ്രൂഫ് റെസിപ്റ്റ് ആണ്. ഇഫ് എ ബയർ ഡസന്റ് റിസീവ് എ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ, ആ ബയ്യർക്ക് അതായത് വാങ്ങുന്നയാൾക്ക് സെല്ലറിന്റെ കയ്യിൽ നിന്ന് അത് ലഭിച്ചിട്ടില്ലെങ്കിൽ the buyer should contact the seller to determine whether the purchase order was received or lost. എന്താണ് ആ എന്ത് ചെയ്യണം, നമ്മ ബയ്യർ സെല്ലറിനെ കോണ്ടാക്ട് ചെയ്യണം അല്ലെ. അവർക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ അവർ സ്വീകരിച്ചോ അതല്ലെങ്കിൽ അവർക്ക് അത് ലഭിച്ചിട്ടില്ലേ എന്ന് നമ്മൾ ക്ലാരിഫൈ ചെയ്യണ്ടേ. അപ്പൊ എന്താണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ദ ബയ്യർ ഷുഡ് കോണ്ടാക്ട് ദി സെല്ലർ. എന്താണ്, ബയ്യർ നിർബന്ധമായും ആ ഒരു സെല്ലറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഒരു പർച്ചേസ് ഓർഡർ അവര് റിസീവ് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അവര് വ്യക്തമാക്കുക, ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പാക്കിംഗ് സ്ലിപ്പ്. The packing slip is a document included with the delivery of the order. അല്ലെ, എന്താണ് പാക്കിംഗ് സ്ലിപ്പ് എന്ന് പറയുന്നത്? ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു രേഖയാണ്. അതിൽ എന്താണ് പറയുന്നത്? ഡെലിവറി ഓഫ് ദ ഓർഡർ അല്ലെ. അവര് ആ ഡെലിവറി ചെയ്യുന്ന ആ ഓർഡറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നോക്കിയേ, the packing slip should match the item description and quantity as specified on the purchase order as well as the invoice. എന്താണ് പാക്കിംഗ് സ്ലിപ്പില് ആ ഒരു ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ അല്ലെ, പർച്ചേസ് ഓർഡറിന്റെ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങളുണ്ടോ, അത് ആ ഐറ്റംസുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പാക്കിംഗ് സ്ലിപ്പിൽ പറയുന്നുണ്ട്. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഒരു കാർട്ടൺ ബോക്സ്, അതായത് ഒരു പാക്കിങ്ങില് ചിലപ്പോ 50 എണ്ണായിരിക്കും. അപ്പൊ നമ്മ എന്ത് ചെയ്യും, 1x50 അല്ലെ, ഒരു ബോക്സിൽ 50 എണ്ണം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു 20 കാർട്ടൺ ബോക്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, 20x50 അല്ലെ, അങ്ങനെയാണോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ലിപ്പിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വേഗം അത് മാച്ച് ചെയ്യാനും കണ്ടെത്താനൊക്കെ സാധിക്കാലോ
അല്ലേ? പെട്ടെന്ന് അത് നോക്കാനൊക്കെ സാധിക്കില്ലേ? അപ്പൊ എന്താണ് ഈ പാക്കിംഗ് സ്ലിപ്പ് എന്താണ് നമുക്ക് ആ ഒരു ഇൻവോയ്സിലുള്ള കാര്യങ്ങളുമായി നമുക്ക് മാച്ച് ചെയ്യാനായി സാധിക്കുന്നു. അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാച്ച് ചെയ്യാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ്, confirming the completion of a successful purchase requires all of the above documents. അല്ലെ, ഒരു വിജയകരമായ ഒരു സക്സസ്ഫുൾ ആയിട്ട് പർച്ചേസ് പൂർത്തിയാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും ആവശ്യമാണ്. By using three-way matching with the purchase order, invoice and packing slip, companies can ensure that it was handled properly. എന്ത് ചെയ്യാണ്? ആ കമ്പനി ആ പർച്ചേസ് ഓർഡർ, ഇൻവോയ്സ്, പാക്കിംഗ് സ്ലിപ്പ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മാച്ച് ചെയ്തിട്ട് ആ ഒരു പർച്ചേസ് പ്രോപ്പർ ആയ രീതിയിലാണോ ഹാൻഡിൽ ചെയ്യുന്നത് ഉറപ്പുവരുത്താനായി സാധിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടിയോ അല്ലെ, ക്വാണ്ടിറ്റിയിൽ കിട്ടിയോ, പറഞ്ഞ ഡേറ്റിന് കിട്ടിയോ അല്ലെ, അവര് നമ്മൾ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ പാലിച്ചിട്ടുണ്ടോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കമ്പനിക്ക് മാച്ച് ചെയ്യാലോ. ആ ഒരു ഇൻവോയ്സ്, പർച്ചേസിംഗ് ഓർഡർ, പാക്കിംഗ് സ്ലിപ്പുമായൊക്കെ ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാലോ അല്ലേ. അപ്പൊ ആ ഒരു പർച്ചേസിങ് ശരിയായ രീതിയിലാണോ കൈകാര്യം ചെയ്തതെന്നറിയാൻ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി ആ ഒരു 3 ഡോക്യുമെന്റ്സുകൾ മാച്ച് ചെയ്ത് നോക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? നെക്സ്റ്റ്, ലിമിറ്റേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡറിലെ ലിമിറ്റേഷൻസ് അല്ലെ, നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടാവും അല്ലെ, പോരായ്മകൾ ഉണ്ടാവുമല്ലോ. എത്ര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാല് അല്ലെ. അപ്പൊ അതേപോലെ പർച്ചേസ് ഓർഡറിലെ പോരായ്മകള്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? യു കനോട്ട് യൂസ് പർച്ചേസ് ഓർഡർ ഫോർ എവറി എക്സ്പെൻസ് വിത്തിൻ ബിസിനസ് അല്ലെ. നമുക്കൊരു ബിസിനസിന്റെ മുഴുവൻ എക്സ്പെൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പർച്ചേസ് ഓർഡർ ഉപയോഗിച്ച് കണ്ടിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. യു കനോട്ട് യൂസ്, അതായത് നമ്മുടെ ബിസിനസിന്റെ എല്ലാ ചെലവുകൾക്കും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? പർച്ചേസ് ഓർഡർ യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. പർച്ചേസ് ഓർഡർ are effective for purchases that have predetermined price and quantity. നമുക്ക് പ്രീഡിറ്റർമിനന്റ് ആയിട്ടുള്ള ഒരു പ്രൈസിലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലോ വരുന്ന പർച്ചേസുകൾക്ക് മാത്രമാണ് നമുക്ക് പർച്ചേസ് ഓർഡർ കാര്യക്ഷമമായി യൂസ് ചെയ്യാനായി സാധിക്കുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ നമുക്ക് ഇത്ര മെറ്റീരിയൽ വേണം, അല്ലെങ്കിൽ ഇത്ര ഗുഡ്സ് വേണം, അല്ലെങ്കിൽ ഇന്ന സർവീസ് വേണം എന്ന് നമുക്ക് അറിയുമ്പോഴല്ലേ നമ്മ പർച്ചേസ് ഓർഡർ അല്ലെ പ്രീഡിറ്റർമിനന്റ് ആയിട്ട് നമുക്ക് അതിന്റെ പ്രൈസും ക്വാണ്ടിറ്റി അറിഞ്ഞാൽ മാത്രമല്ലേ പർച്ചേസ് ഓർഡർ തയ്യാറാക്കി നമുക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റോ? ഇത്ര ക്വാണ്ടിറ്റിയിൽ വേണം, അല്ലെങ്കിൽ ഇത്ര ക്വാളിറ്റിയിൽ വേണം, ഇന്ന പ്രോഡക്റ്റ് വേണം, ഇല്ല അല്ലെ. അപ്പൊ പ്രീഡിറ്റർമിനന്റ് ആയിട്ടുള്ള നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രൈസിലും ക്വാണ്ടിറ്റിയിലും വരുന്ന ഒരു പർച്ചേസിങ്ങിന് മാത്രമാണ് നമുക്ക് പർച്ചേസിംഗ് ഓർഡർ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. Some items that you cannot track by using purchase order, including the following. എന്താണ്? നമുക്ക് ചില ഐറ്റംസ്, ചില പ്രോഡക്റ്റുകളോ സർവീസുകളോ എന്താണ് ഈ പർച്ചേസ് ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താനായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് താഴെ കൊടുക്കുന്നു. നോക്കിയേ, ഫസ്റ്റ് വരുന്നത് recurring bills അല്ലെ. നമുക്ക് electricity bill, your electricity, gas, water or rent cannot be detailed on a purchase order. നമുക്ക് പർച്ചേസ് ഓർഡർ കൊടുത്തിട്ട് ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ അങ്ങനെയുള്ളത് മേടിക്കാൻ പറ്റോ? പർച്ചേസ് ഓർഡർ കൊടുത്തിട്ട് ഇല്ല അല്ലെ. അത് ആ ഒരു മാസം എൻഡ് ആവുമ്പോ നമുക്ക് വരുന്ന ബില്ലല്ലേ, 2 month ലാസ്റ്റ് അത് വരുന്ന ബില്ലല്ലേ. നമ്മൾ ഉപയോഗിച്ച സർവീസിനുള്ള ഇതാണ് അല്ലെ നമുക്ക് കൊടുക്കുന്നത്. അപ്പൊ നോക്കിയേ, യുവർ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ ഓർ റെന്റ് cannot be detailed on purchase order. നമുക്ക് ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ്, റെന്റ് നമുക്ക് അതൊന്നും പർച്ചേസ് ഓർഡറിൽ ഡീറ്റെയിൽ ചെയ്യാനായി സാധിക്കുന്നില്ല അല്ലെ. ഇൻസ്റ്റെഡ് ഓഫ് ബില്ലിംഗ് എ വെൻഡർ ഫോർ ദീസ് എക്സ്പെൻസ്, എ സപ്ലയർ വിൽ ബിൽ യു അല്ലെ.
എന്താണ് ഈ ചിലവുകൾക്കായി ഒരു വെൻഡറിന് ബില്ല് നൽകുന്നതിന് പകരം നമ്മൾ എന്താണ് വിതരണക്കാരന് ബില്ല് പേയ്മെന്റ് നടത്തുന്നു അല്ലെ ബില്ല് നൽകിയല്ലേ ചെയ്യുന്നത് വെൻഡറാണോ വെൻഡറാണോ വിതരണക്കാരനാണ് അല്ലെ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ എവിടെയാണ് ഇലക്ട്രിസിറ്റി ആരാ തരുന്നത് KCB ആയിരിക്കും ഗ്യാസോ ഏജൻസികൾ തരും അല്ലെ ഏജൻസികൾ സപ്ലൈയേഴ്സ് അല്ലേ തരുന്നത് സപ്ലൈയേഴ്സ് തരും അല്ലെ അപ്പൊ ആ ഒരു എന്താണ് കച്ചവടക്കാരന് ബില്ല് പേയ്മെന്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് സപ്ലൈയേഴ്സ് നമുക്ക് ബില്ല് തരുന്നു ഓക്കെ ആണോ നെക്സ്റ്റ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അതായത് നമ്മൾ മന്ത്ലി നെറ്റിന്റെ ഒക്കെ അല്ലെ നെറ്റ് ഏഷ്യാനെറ്റ് അങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ ചെയ്യാറില്ലേ അങ്ങനെയുള്ള മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ് അല്ലെ സബ്സ്ക്രിപ്ഷൻ മേ ബി ബിൽഡ് മന്ത്ലി ഓർ ആനുവലി എന്താണ് നമ്മൾ അത് സബ്സ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ ഒന്നുകിലും മന്ത്ലി ആയിരിക്കും അല്ലെങ്കിൽ ആനുവലി ആയിരിക്കും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴായിരിക്കും അല്ലെ പേയ്മെന്റ് നടത്തുന്നത് അപ്പൊ നമ്മൾ എന്താണ് മന്ത്ലി ഓർ ആനുവലി ആയിരിക്കും ബിൽ ചെയ്യുന്നത് ബട്ട് ദേ ആർ നോട്ട് ഹാൻഡിൽഡ് വിത്ത് എ പർച്ചേസ് ഓർഡർ ഇതിനൊക്കെ നമുക്ക് പർച്ചേസ് ഓർഡർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലെ അപ്പൊ എ സപ്ലയർ വിൽ സബ്മിറ്റ് എ ബിൽ ടു യു എ റെഗുലർ ബേസിസ് ഒരു റെഗുലർ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാണ് സപ്ലയേഴ്സ് നമുക്ക് ബില്ലുകൾ സബ്മിറ്റ് ചെയ്യുന്നു അപ്പൊ നമുക്കറിയാം മാസം ഇത്ര രൂപ അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ ഒന്നിച്ച് പേയ്മെന്റ് എടുക്കും അങ്ങനെയല്ലേ ചെയ്യുന്നത് ഒരു റെഗുലർ ബേസിസിലാണ് അല്ലെ നമ്മൾ എടുക്കുന്ന സ്കീം അനുസരിച്ചല്ലേ നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് മന്ത്ലി 290 അല്ലെങ്കിൽ 500 അല്ലെ അപ്പൊ ആ ഒരു സ്കീമിന്റെ ബേസിസിലായിരിക്കും നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് ഓക്കെ ആണോ നെക്സ്റ്റ് സർവീസസ് വിത്ത് വാരിയിങ് കോസ്റ്റ് എന്താണ് നമുക്ക് ആ സർവീസുകൾ അതിലൊക്കെ വരുന്ന കോസ്റ്റുകളില് വ്യത്യാസങ്ങൾ വരുന്നു ഇപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് അഡ്വർടൈസിങ് and legal services don't typically have a predetermined cost നമുക്ക് ഫിനാൻഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ അഡ്വർടൈസിംഗിന് വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ നിയമപരമായ സേവനങ്ങൾക്ക് വരുന്ന കോസ്റ്റുകളൊക്കെ അത് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റുമോ എത്ര വരും ഇല്ല അല്ലെ അപ്പൊ ഇത്തരം സർവീസുകൾ എന്താണ് ഡോണ്ട് ടിപ്പിക്കലി ഹാവ് എ പ്രീ ഡിറ്റർമിനന്റ് കോസ്റ്റ് അല്ലെ നമുക്ക് മുൻകൂട്ടി ആ ഒരു കോസ്റ്റ് ഡിറ്റർമിനന്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ അപ്പൊ യു ആർ ബിൽഡ് ഫോർ ദീസ് സർവീസസ് അപ്പോൺ എ കംപ്ലീഷൻ ഓഫ് ദി ജോബ് ആൻഡ് ഡു നോട്ട് ക്രിയേറ്റ് എ പർച്ചേസ് ഓർഡർ ഫോർ ദം ഇൻ അഡ്വാൻസ് അപ്പൊ ആ ഒരു ജോലി തീർന്നു കഴിയുമ്പോഴല്ലേ നമ്മൾ ആ ബില്ല് സെറ്റിൽ ചെയ്യുന്നത് ഫിനാൻസിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അഡ്വൈസ് അപ്പൊ ആ ഒരു സർവീസ് കംപ്ലീഷൻ ചെയ്യുമ്പോഴാണ് അല്ലെ നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്യുന്നത് നമുക്ക് എന്താണ് അപ്പൊ ആ ഒരു സർവീസിന് വേണ്ടിയിട്ട് നമുക്ക് ബില്ല് പർച്ചേസ് ഓർഡർ തയ്യാറാക്കാനായി സാധിക്കുകയില്ല ഓക്കെ ആണോ നെക്സ്റ്റ് പറയുന്നത് ഇന്റേണൽ purchase for which employees are reimbursed are handled with a reimbursement request എന്താണ് നമുക്ക് ചില കമ്പനികളില് നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ എക്സ്പെൻസ് ഉണ്ടല്ലോ ട്രാവലിംഗ് കോസ്റ്റ് അല്ലെ മെഡിക്കൽ കോസ്റ്റ് അല്ലെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചു ഇൻഷുറൻസ് അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും അല്ലെ അപ്പൊ ഇന്റേണൽ പർച്ചേസ് ഫോർ വിച്ച് എംപ്ലോയീസ് ആർ റീഇംബേഴ്സ്ഡ് ആർ ഹാൻഡിൽഡ് വിത്ത് റീഇംബേഴ്സ്മെന്റ് റിക്വസ്റ്റ് അല്ലെ എന്താണ് ജീവനക്കാർക്ക് പണം തിരികെ ലഭിക്കുന്നതിനുള്ള കാര്യങ്ങൾക്കുള്ള അപേക്ഷകൾ പരിഗണിക്കുക അല്ലെ റീഇംബേഴ്സ്മെന്റ് റിക്വസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടവ് ലഭിക്കുക അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഇന്റേണൽ പർച്ചേസസ് ദ എംപ്ലോയീസ് ഡസ് നോട്ട് സബ്മിറ്റ് എ പർച്ചേസ് ഓർഡർ ഫോർ എക്സ്പെൻസ് സച്ച് ആസ് ഓഫീസ് സപ്ലയേഴ്സ് ആൻഡ് ബിസിനസ് ട്രാവൽ അല്ലെ എന്താണ് നമുക്ക് ആ ഒരു എംപ്ലോയീസിന് പർച്ചേസ് ഓർഡർ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ അവർക്ക് ചെലവായി കഴിഞ്ഞ ആ ഒരു ബില്ല് അല്ലെ ഓഫീസ് സപ്ലൈസിന് അല്ലെങ്കിൽ ബിസിനസ് ട്രാവല് അവരവരെ എക്സ്പെൻസ് പറയല്ലേ ചെയ്യുന്നത് ഓക്കെ ആണോ ഇപ്പൊ ചില കമ്പനികളിലൊക്കെ അവർക്ക് എന്താണ് കുഞ്ഞുങ്ങൾക്ക് വലിയ വലിയ കമ്പനികളിൽ കേട്ടോ
അവർക്ക് കുഞ്ഞുങ്ങൾക്കുള്ള എഡ്യൂക്കേഷന്റെ ഫീസ് കൊടുക്കാറുണ്ട്. പിന്നെ അവര് പുറം രാജ്യങ്ങളിൽ കേട്ടോ അവര് താമസിക്കുന്ന ഫ്ലാറ്റിന്റെ റെന്റ് കൊടുക്കാറുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, അവരാ ബില്ലില്ലേ ഫ്ലാറ്റിന്റെ ഒക്കെ ആ ഒരു കോൺട്രാക്ട് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് കൊടുക്കും ഹോസ്പിറ്റലല്ല ആ ഒരു എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ആ ഒരു ഓഫീസിൽ കൊണ്ടുപോയി സബ്മിഷൻ കൊടുക്കുമ്പോൾ ആ ഒരു പേയ്മെന്റ് ആയിരിക്കും ഇവർക്ക് നൽകുന്നത്. അവർക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പർച്ചേസ് ഓർഡർ ആണോ കൊടുക്കുന്നത് അവര്? അല്ലല്ലോ, അല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇന്റേണൽ എക്സ്പെൻസസ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഇത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Next, what information is on a purchase order? അല്ലെ, എന്താണ് പർച്ചേസ് ഓർഡറിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്? The information provided a purchase order they differ between companies. ഓരോ കമ്പനികൾ അനുസരിച്ച് പർച്ചേസ് ഓർഡറിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു അല്ലെ. ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് റിക്വയർഡ്. അവർ ഏത് ടൈപ്പ് ഗുഡ്സ് ആണോ അല്ലെങ്കിൽ സർവീസ് ആണോ അവർക്ക് ആവശ്യമായിട്ടുള്ളത്, ഇതിന്റെ അടിസ്ഥാനത്തിൽ പർച്ചേസ് ഓർഡറിൽ ഇൻഫർമേഷൻസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. However, most purchase order contain details of goods and or services being ordered. അതായത് മോസ്റ്റ് ഓഫ് ദ ഭൂരിഭാഗം പർച്ചേസ് ഓർഡറിൽ എന്തുണ്ടായിരിക്കും, അവർ വാങ്ങുന്ന അല്ലെ ആ ഒരു ഗുഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കോ അല്ലേ? എന്താണ് അവര് വാങ്ങുന്നത് എന്തുണ്ടായിരിക്കില്ലേ? അപ്പൊ മോസ്റ്റ് ഓഫ് പർച്ചേസ് ഓർഡർ കണ്ടെയ്ൻ ഡീറ്റെയിൽസ് ഓഫ് ദി ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ് ബീയിങ് ഓർഡർ. അവര് എന്ത് ഐറ്റംസ്, എന്ത് ഗുഡ്സ് ആണ് അല്ലെങ്കിൽ എന്ത് സർവീസ് ആണ് അവർ ഓർഡർ ചെയ്തിരിക്കുന്നത്, അവർ പർച്ചേസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ദിസ് ഇൻഫർമേഷൻ മേ ബി ആസ് ഡീറ്റെയിൽഡ് ആസ് സോ ഡിസൈർഡ് ബൈ ദി പർച്ചേസർ അല്ലെ. എന്താണ് വാങ്ങുന്നയാൾക്ക് പർച്ചേസിനെ കുറിച്ച് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിലുണ്ടായിരിക്കില്ലേ? നമ്മ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സർവീസിനെ കുറിച്ച് പറയുമ്പോൾ അതില് നമ്മുടെ പർച്ചേസർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കില്ലേ? അവർക്ക് ആവശ്യമായിട്ടില്ല അതല്ലേ നമുക്ക് കൊടുക്കുന്നത്. ആ പർച്ചേസ് ഓർഡറില് പർച്ചേസർക്ക് ഡിസൈഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ കൊടുക്കുന്നത്. ഇത്ര ക്വാണ്ടിറ്റി, ഇത്ര ഐറ്റം, ഇന്ന ഡെലിവറി ഡേറ്റിന് അല്ലെ, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് കൊണ്ടുതരണം അല്ലേ. അപ്പൊ എന്താണ് പർച്ചേസർക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ പർച്ചേസ് ഓർഡറിൽ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? The most important item regarding a purchase order is the unique number of the purchase order. എന്താണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസ് ഓർഡറിൽ ഒരു പർച്ചേസ് നമ്പർ ഉണ്ടായിരിക്കും അല്ലെ. യൂണിക് നമ്പർ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു 001 ആദ്യത്തെ പർച്ചേസ് ഓർഡറിലാണെങ്കിൽ എന്തായാലും നെക്സ്റ്റ് നമ്പർ 002 അല്ലെ, അങ്ങനെ കൂടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ആ ഒരു പർച്ചേസിംഗിന്റെ യൂണിക് നമ്പർ ആ ഒരു പർച്ചേസ് ഓർഡറിൽ ഉണ്ടായിരിക്കും. This number will be used to track purchase, outstanding orders, shipment received and accounts payables. നമുക്ക് ഈ ഒരു നമ്പർ യൂണിക് നമ്പർ ഉപയോഗിച്ച് നമുക്ക് ആ പർച്ചേസ് കണ്ടെത്താൻ സാധിക്കും അല്ലെ, ട്രാക്ക് ചെയ്യാം എവിടെ എത്തി. കൂടാതെ ഔട്ട്സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്, ആ ഓർഡേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഷിപ്മെന്റ് റിസീവ് ചെയ്തിട്ടുണ്ടോ അല്ലെ. നമുക്കറിയാം പലതരത്തിലുള്ള, നമ്മൾ പുറത്താണ് കൊടുക്കുന്നതെങ്കിൽ എയർ ഷിപ്മെന്റ് അല്ലെങ്കിൽ മറ്റു രീതിയിൽ അല്ലെ അപ്പൊ നമുക്ക് സാധനങ്ങൾ എത്തിച്ചു തരാറുണ്ടല്ലോ. അപ്പൊ ഷിപ്മെന്റ് റിസീവ്ഡ്, അപ്പൊ അങ്ങനെ ആ ഒരു ഷിപ്മെന്റ് അവർ സ്വീകരിച്ചിട്ടുണ്ടോ. പിന്നെ അക്കൗണ്ട്സ് പേയബിൾ, നമുക്ക് ആ ഒരു പർച്ചേസിന്റെ ഉള്ള ബില്ല് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ യൂണിക് നമ്പർ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കുന്നു. സം ഓഫ് ദ അതർ ഡീറ്റെയിൽസ് ഇൻക്ലൂഡഡ് ഓൺ എ പർച്ചേസ് ഓർഡർ, എന്താണ് വേറെ ഇത് അല്ലാണ്ട് മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് പാർട്സ് ഓഫ് ലേബർ അല്ലെ, എന്താണ് ആ ഒരു പർച്ചേസിന്റെ ഡിസ്ക്രിപ്ഷൻ,
ഇതായിരിക്കും. നെക്സ്റ്റ് പാർട്ട് നമ്പർ, അതിന്റെ നമ്പർ. ഇപ്പൊ നമ്മ മോഡൽ നമ്പർ ഒക്കെ പറഞ്ഞില്ലേ നേരത്തെ, മോഡൽ നമ്പർ പറഞ്ഞില്ലേ? അപ്പൊ അതേപോലെ മോഡൽ നമ്പർ ഉണ്ടായിരിക്കും. എത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, യൂണിറ്റ് ഒരെണ്ണത്തിന് എത്രയാണ് വരുന്നത്, ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, പേയ്മെന്റ് ടേംസ് ക്യാഷ് ആണോ ചെക്ക് ആണോ, അല്ലെങ്കിൽ നമുക്ക് സാധനം കിട്ടി ഒരു മാസം കഴിഞ്ഞിട്ടാണോ നമ്മൾ അത് പേയ്മെന്റ് നടത്തുന്നത്, ഡെലിവറി മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് ഡെലിവറി ചെയ്യുന്നത്, ഷിപ്പ് ആണോ അല്ലെങ്കിൽ നമ്മൾ പോയി എടുക്കണം അല്ലെങ്കിൽ കൊറിയർ ആണോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡെലിവറി മെത്തേഡ്, ഡെലിവറി ഡേറ്റ്സ്, എന്നാണ് ഡെലിവറി ചെയ്യുന്നത്, ഷിപ്പിംഗ് ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടിരിക്കും. ഷിപ്പ് ടു അഡ്രസ് അല്ലെ, എങ്ങോട്ടാണ് ഷിപ്പ് ചെയ്യുന്നത് ആ അഡ്രസ് ഉണ്ടായിരിക്കും. ഡിസ്കൗണ്ട് ഓഫേർഡ് ആൻഡ് മേ ഇൻക്ലൂഡ് കോൺടാക്ട് ഇൻഫർമേഷൻ ടു ബി ക്വസ്റ്റ്യൻ പ്രൈസ് അബൌട്ട് ദ അതർ. പിന്നെന്താണ്, ഡിസ്കൗണ്ട് എന്തെങ്കിലും അവർ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് അതിൽ ഉണ്ടായിരിക്കും. കൂടാതെ എന്താണ്, ചിലപ്പോ നമുക്ക് ആ ഓർഡറിനെ കുറിച്ച് ഭാവിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരാലോ, ചോദ്യങ്ങൾ വരാലോ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നാല് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ആ ഒരു പർച്ചേസ് ഓർഡറിൽ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? വായിച്ചൊക്കെ ഉണ്ടാവുന്ന മിസ് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കോ? എന്നിട്ട് അടുത്തതും കൂടി മിസ് എടുക്കാം. പെട്ടെന്ന് വായിക്കട്ടാ, എന്നിട്ട് മിസ് നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് എടുക്കാൻ കേട്ടോ, വേഗം വായിച്ചേ. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ. ഓക്കെ ആണോ? കഴിഞ്ഞോ? എന്ത് പറ്റി? ക്ലാസ് കയറിയപ്പോ കുറച്ച് പേരും കൂടി ഉണ്ടായാലോ? എന്ത് പറ്റി? 21 പേരെ സിമ്പിൾ ആയത് കാരണം എല്ലാവരും പോയാ? ക്ലിയർ ആണ്? എല്ലാവർക്കും, ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? Okay. Next, what happens when a purchase order
ഈസ് റിസീവ്ഡ് നമ്മുടെ സപ്ലയേഴ്സ് ആ ഒരു പർച്ചേസ് ഓർഡർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലെ, റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, ഹാപ്പൻ ചെയ്യുന്നത്? ടുഡേസ് ടെക്നോളജി allows for purchase order to be sent via the postal service, email, fax and telephone. ഇപ്പൊ നമ്മ ഒരാൾക്ക് കൊണ്ടുപോയി പർച്ചേസ് ഓർഡർ കയ്യിൽ കൊടുക്കേണ്ടി വരുന്നുണ്ടോ? യാത്ര ചെയ്ത് പോയി കൊടുക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് നമുക്കത് മെയിലായിട്ടോ അല്ലെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. മെയിൽ വഴി, ഫാക്സ് വഴി, ടെലിഫോണുകൾ വഴി നമുക്കത് അവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. പിന്നെ അപ്പൊ നോക്കിയേ, ടുഡേ ടെക്നോളജി, ഇന്നത്തെ ടെക്നോളജി സാങ്കേതിക വിദ്യ അനുസരിച്ച് നമുക്ക് പർച്ചേസ് ഓർഡറുകൾ നമുക്ക് സപ്ലയേഴ്സിന് പോസ്റ്റൽ സർവീസുകൾ വഴി അയച്ചു കൊടുക്കാം. ഇമെയിൽ വഴി, ഫാക്സ് വഴി, ടെലിഫോൺ വഴിയൊക്കെ നമുക്ക് കൊടുക്കാനായി സാധിക്കുന്നു. Once a distributor of goods or services receive a purchase order, necessary steps are taken to fill the order. ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് അല്ലെങ്കിൽ ഒരു സപ്ലയേഴ്സിന് ആ ഒരു പർച്ചേസ് ഓർഡർ ഒരു ഗുഡ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സർവീസിന് വേണ്ടിയിട്ടോ പർച്ചേസ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നത് എന്തായിരിക്കും? ആ ഒരു പർച്ചേസ് ഓർഡർ നൽകുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യല്ലേ. ഫിൽ ദ ഓർഡർ അല്ലെ. ആ ഒരു ഫിൽ എന്നാലും നൽകുന്നതിനുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പർച്ചേസ് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളിലെ സ്റ്റെപ്പുകൾ അവർ ചെയ്യല്ലേ. അപ്പൊ എന്താണ് പർച്ചേസ് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള, അത് നൽകുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. When the order ships, a packing form is generated. നമ്മൊരു സാധനം, ഒരു പ്രോഡക്റ്റോ നമ്മ ഷിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് പാക്കിംഗ് ഫോം, അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മ എന്ത് സർവീസ് ആണ് അല്ലെങ്കിൽ എന്ത് ഗുഡ്സ് ആണ് നമ്മൾ അയക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാക്കിംഗ് ഫോം ഉണ്ടായിരിക്കും. ഇൻക്ലൂഡഡ് വിത്ത് ദി ഷിപ്മെന്റ്, ഷിപ്മെന്റിന്റെ കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. റെഫറൻസ് ദ പർച്ചേസ് ഓർഡർ, റെഫറൻസിന് വേണ്ടിയിട്ട് എന്താണ് പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് വെൻ ദ ഗുഡ്സ് ആർ റിസീവ്ഡ് അല്ലെ, അവരെ ആ ഷിപ്മെന്റിന് വേണ്ടി സ്വീകരിച്ച ആ ഒരു സാധനത്തിന്റെ പർച്ചേസ് ഓർഡർ കൂടി അവർക്ക് റെഫറൻസിന് വേണ്ടി നൽകിയിട്ടുണ്ടായിരിക്കും. അപ്പൊ പർച്ചേസ് ഓർഡറുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ലേ ഷിപ്മെന്റിന് വേണ്ടിയിട്ട്. കൂടാതെ എന്താണ് ദ ഓർഡർ ക്യാൻ ബി so that when the goods are received, അത് കഴിഞ്ഞ് നമ്മുടെ ബയേഴ്സിന് അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് the order can be marked completed. ആ ഓർഡർ കംപ്ലീറ്റ് ആയി എന്നും പറഞ്ഞിട്ട് അവരെ മാർക്ക് ചെയ്ത് സൂക്ഷിക്കുന്നു. After the order has been filled and shipment or performed, of if labor is involved, an invoice requesting payment will be sent from the suppliers to the purchaser. അല്ലെ, എന്താണ് after the order has been filled and shipped, നമ്മ ആ ഓർഡർ ഫിൽ ചെയ്തു അതിനുശേഷം ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ പല കാര്യങ്ങളും പെർഫോം ചെയ്യുന്നുണ്ടല്ലോ, ലേബർ ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ, പലതരത്തിലുള്ള എംപ്ലോയീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഓർ പെർഫോംഡ് ഇഫ് ലേബർ ഈസ് ഇൻവോൾവ്ഡ്, ഒരുപാട് ലേബേഴ്സ് ഒക്കെ അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻവോയ്സ് റിക്വസ്റ്റിംഗ് പേയ്മെന്റ് വിൽ ബി സെൻഡ് ഫ്രം ദി സെല്ലർ ടു ദി പർച്ചേസർ. കൂടാതെ എന്താണ് പേയ്മെന്റ് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് സെല്ലർ പർച്ചേസർക്ക് ഇൻവോയ്സ് അയക്കാണ് അല്ലെ. ഇൻവോയ്സ് അതല്ലേ ബയ്യർക്ക് സെല്ലർ റിക്വസ്റ്റ് അയക്കുന്നതാണ് അല്ലെ, പേയ്മെന്റ് ചോദിച്ചിങ്ങാണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് അല്ലെ. നെക്സ്റ്റ് എന്താണ് ദ ഇൻവോയ്സ് വിൽ ഓൾസോ റെഫറൻസ് ദ പർച്ചേസ് ഓർഡർ നമ്പർ. ആ ഇൻവോയ്സിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓർഡർ നമ്പർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ, നമുക്ക് പിന്നീട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ സാധനങ്ങള് ആ ഒരു പർച്ചേസ് ഓർഡർ നമ്പർ അനുസരിച്ച്. അപ്പൊ ഇൻവോയ്സില് റെഫറൻസിന് വേണ്ടി നമ്മൾ എന്ത് സാധനമാണ് പർച്ചേസ് ചെയ്തത് അല്ലെ, എത്ര ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്ത്, ഏത് സപ്ലയേഴ്സിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് അല്ലെ, അതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് പർച്ചേസ് ഓർഡർ നമ്പർ ഇൻവോയ്സിൽ നൽകുന്നുണ്ട്. അപ്പോൺ റെസിപ്റ്റ് ഓഫ് ദി ഇൻവോയ്സ്, അക്കൗണ്ട്സ് പേയബിൾ ക്യാൻ വെരിഫൈ ആൻഡ് ക്രോസ് റെഫറൻസ് ദി ഇൻവോയ്സ് ടു ദി പർച്ചേസ് ഓർഡർ. എന്താണ് നമുക്ക് ആ ഒരു ഇൻവോയ്സ് റെസിപ്റ്റ് ലഭിച്ചു കഴിഞ്ഞാല് അക്കൗണ്ട്സ് പേയബിൾ ക്യാൻ വെരിഫൈ ആൻഡ് ക്രോസ് റെഫറൻസ് ദ ഇൻവോയ്സ് ടു ദി പർച്ചേസ് ഓർഡർ. നമ്മൾ ആ അക്കൗണ്ട്സ് പേയ്മെന്റ് ചെയ്തോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ ഇൻവോയ്സുമായിട്ട് ക്രോസ് റെഫറൻസ് ചെയ്യാലോ. നമ്മ കൊടുത്ത അത്രയും ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ടോ അല്ലെ,
ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ടോ, ഡേറ്റിന് വന്നിട്ടുണ്ടോ അല്ലെ, പേയ്മെന്റ് കറക്റ്റ് ആണോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രോസ് റെഫറൻസ് ചെയ്യാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, the final step is the payment of the invoice by the purchaser for the goods and services and received അല്ലെ. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പർച്ചേസ് അവർക്ക് ലഭിച്ച അല്ലെ, ആ ഒരു പർച്ചേസിൽ അവർക്ക് ലഭിച്ച ഗുഡ്സുകൾ സർവീസുകൾക്കും പേയ്മെന്റ് അടക്കുന്നതാണ് അല്ലെ. ലാസ്റ്റ് സ്റ്റെപ്പ് അതിലെ ഇൻവോയ്സ് ലഭിച്ച് നമ്മ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്തു അല്ലെ, നമ്മ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്തു, അത് ഉറപ്പുവരുത്തി എൻഷുർ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പേയ്മെന്റ് അടക്കുള്ളൂ അല്ലെ. അല്ലാണ്ട് ആദ്യം തന്നെ ചെന്ന് പേയ്മെന്റ് അടക്കോ, നമ്മൾ ക്ലാരിഫൈ അത് കറക്റ്റ് ചെയ്തിട്ടല്ലേ. അപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മൾ അത് വെരിഫൈ ചെയ്ത് എല്ലാം ഓക്കെ ആയതിനു ശേഷം ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്ന, നമുക്ക് ലഭിച്ച ആ ഗുഡ്സുകൾക്കും സർവീസുകൾക്കും വേണ്ട പേയ്മെന്റ് നമ്മൾ അടക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റും കൂടി എടുത്തോട്ടെ മിസ്. ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. ഹു ഇഷ്യൂസ് എ പർച്ചേസ് ഓർഡർ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആരാണ് പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? മാനേജ്മെന്റ് അല്ലെങ്കിൽ പർച്ചേസ് നടത്തുന്ന മാനേജർ, ബയ്യർ അല്ലെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ നോക്കിയ പർച്ചേസ് ഓർഡർ ആർ ഇനീഷ്യേറ്റഡ് ബൈ ദി പർച്ചേസർ ആൻഡ് ജനറലി ആർ ആൻ യൂണിക്ലി നമ്പർ അല്ലെ. പ്രീ പ്രിന്റഡ് ഫോംസ്, അതായത് മുൻകൂട്ടി പ്രിന്റ് ചെയ്തിട്ടുള്ള ഫോംസുകൾ നമ്മുടെ പർച്ചേസറോ അല്ലെങ്കിൽ പർച്ചേസർ യൂണിക്ലി നമ്പറിൽ പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നു അല്ലെ. നെക്സ്റ്റ് എന്താണ്? ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ദി കമ്പനി, വൺ പേഴ്സൺ മേ ബി റെസ്പോൺസിബിൾ ഫോർ ദി ഇനീഷ്യേറ്റിംഗ് പർച്ചേസ് ഓർഡർ സച്ച് ആസ് പർച്ചേസിംഗ് ഏജന്റ്. എന്താണ്? ഒരു കമ്പനിയുടെ സൈസിന്റെ അടിസ്ഥാനത്തിൽ ഈ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ആളുണ്ടായിരിക്കും, ഒരു ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കും. എന്താണ്? സച്ച് ആസ് പർച്ചേസ് ഏജന്റ് പോലുള്ള അല്ലെ, പർച്ചേസ് ഏജന്റോ അല്ലെങ്കിൽ പർച്ചേസ് മാനേജറോ പോലുള്ള ഒരാള് ഉണ്ടായിരിക്കും. അതെല്ലാം ഓർ സെവറൽ പീപ്പിൾ വിത്തിൻ എ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് മേ ഷെയർ ദ ടാസ്ക് ഓഫ് ദി ഓർഡറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അല്ലെങ്കിൽ ആ ഗുഡ്സുകളും സർവീസുകളും ഓർഡർ ചെയ്യുന്നതിനുള്ള ആ ഒരു ടാസ്ക്, ആ ജോലി പല ആളുകളും കൂടി ചെയ്യുന്നു. ഓക്കെയാണോ? അതായത് ഒരു കമ്പനിയുടെ വലിപ്പവും അതിലുള്ള ഇതൊക്കെയുള്ള ഫെസിലിറ്റീസ് അനുസരിച്ച് ചില കമ്പനീസിൽ അതിന് മാത്രമായിട്ട് പർച്ചേസിങ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റെസ്പെക്റ്റഡ് അതുമായി ബന്ധപ്പെട്ട ഒരാളുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ആ ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തന ടാസ്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ജോലികൾ പലരും കൂടി പങ്കിട്ട് ജോലി ചെയ്യുന്നു. ഓക്കെയാണോ? ഇന്നത്തെ ക്ലാസ് മിസ് ഇത്രേ എടുക്കുന്നുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നിപ്പോ സിമ്പിൾ ആയത് കാരണം കുറച്ച് മൂവ് ചെയ്തു അല്ലെ, കുറച്ചെടുത്തല്ലോ.